നമുക്കെല്ലാവർക്കും വേണം മൊബൈൽ അഡിക്ഷൻ ക്ലാസ്. നമ്മളെല്ലാവരും അതിനടിമ. ഉമ്മക്ക് 3 ഫോണാണ്, കുട്ടീനെ നോക്കില്ല. അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്തേക്ക് എൻ്റെ ഓഫീസിലേക്ക് കൗൺസിലിങ്ങിന് മലപ്പുറം ജില്ലയിൽ നിന്നൊരു കുഞ്ഞിനായിട്ട് വന്നിനി. അപ്പോൾ ഈ കുഞ്ഞ് 8 വയസ്സുള്ള കുട്ടിയാണ് കൗൺസിലിങ്ങിന്. അപ്പോൾ ഞാൻ അങ്ങനെ ഉമ്മാനെ നോക്കി, ഉപ്പാനെ നോക്കിയിട്ട് വെച്ച് ഈ കുട്ടിക്ക് എന്ത് കൗൺസിലിംഗ് ആണോ വെച്ച്. അല്ല, ഓനിങ്ങനെ ശ്രദ്ധക്കുറവുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ മോനോട് സത്യസന്ധമായി ചോദിച്ചു, മോൻ സത്യം പറയും, നിൻ്റെ ഉമ്മയും ഉപ്പയും വീട്ടിലെങ്ങനെയാണെന്ന് ചോദിച്ചു. ഓല ഇടക്കിടക്ക് ദേഷ്യം പിടിക്കും, അടിക്കും. അപ്പോൾ മോനക്ക് സങ്കടം വരുമെന്ന് ചോദിച്ചു. ഉമ്മാനും വാപ്പാനും ബാക്കിൽ ഇരുത്തിയിട്ടാണ് ചോദിക്കണത്. എനിക്ക് സങ്കടം വരാറുണ്ട്. ഞാൻ ഒരിക്കൽ ഉപ്പാനോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് പഠിക്കാൻ തന്നെ തോന്നൂല കേട്ടോ. ഓക്കെ, 6 മാസം മുമ്പ് അവരെ കുടുംബത്തിനിടയിൽ ഭയങ്കര കലാപം പ്രശ്നം തമ്മിലുണ്ടായി. 1 മാസമൊക്കെ ഭാര്യൻ്റെ വീട്ടിലാക്കി. ഇത് കണ്ട് മകൻ മനസ്സ് തകർന്നു. പഠനത്തിലെ ശ്രദ്ധ ഫുള്ള് പോയി. എത്രാം ക്ലാസ്സിലെ കുട്ടി? 8 വയസ്സുള്ള മദ്രസയിലെ 3ാം ക്ലാസ്സിലെ കുട്ടി. ഉസ്താദ് പറയാ, ഇപ്പം അവൻ പേര് വിളിച്ചാൽ ഞെട്ടി ഉണരുന്നു. അശ്രദ്ധ കൂടി. കാര്യം അന്വേഷിച്ച് ചെന്നപ്പോഴാ ഉമ്മ ഉപ്പ തമ്മിലുള്ള പ്രശ്നം. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, നിങ്ങൾക്ക് നിങ്ങളെ മക്കൾ സ്വാലിഹീങ്ങളാകണോ? നിങ്ങളെ മക്കൾ സ്വാലിഹീങ്ങളാകണോ? ഒന്നും മുണ്ടണില്ലല്ലോ. സ്വാലിഹീങ്ങളാകണോ? നല്ല മക്കളാകണോ? വിശുദ്ധ ഖുർആൻ 2 പ്രയോഗ മക്കളെ പറ്റി പറയും. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ദുനിയവിയായ ജീവിതത്തിലെ സീനത്താണ് മക്കൾ, അലങ്കാരാണ് മക്കൾ. ഈ പൊന്നു മോൻ ഓടി നടക്കണ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര ആവേശമാണ്. എനിക്ക് 4 വയസ്സുള്ള മോനുണ്ട്. മോന് രാവിലെ എന്ന് ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് ഉമ്മ തരും, തിരിച്ച് ഉമ്മ കൊടുത്താൽ ഞങ്ങൾ പോരാ. അപ്പം എന്ന് എനിക്ക് ഓനെ ഉണരൂലാന്ന് എനിക്ക് തോന്നിയുണ്ട്. രാവിലെ അങ്ങോട്ട് നേരത്തെ എത്താനുള്ളതുകൊണ്ട് ഉറങ്ങുമ്പോൾ ഞാൻ ഓനോട് പറഞ്ഞു, മോനെ എനിക്ക് ഉമ്മ ഉണ്ടാ, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോരും. അപ്പോൾ മോനെ കാണൂല, ഞാൻ വൈകുന്നേരം വരും. ഓനക്ക് വൈകുന്നേരമല്ല, രാത്രിയും രാവിലെ മാത്രമേ ഉള്ളൂ. ഉപ്പച്ചി രാവിലെ ആവും വരല്ലോ ചോദിച്ചാൽ രാവിലെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഓനെ ഞാൻ പക്ഷെ പോകുമ്പോൾ പറഞ്ഞു, ഇനി എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഉണ്ടാവില്ല, ഞാൻ പോകുന്നൊക്കെ. എന്നെ അത്ഭുതപ്പെടുത്തിയതും എൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നിയതും. സാധാരണ 7 മണിക്കൊക്കെ ഞങ്ങൾ ഓനെ ഉണർത്താറുള്ളൂ, ഓനെ എണീക്കാറുള്ളൂ. ഇന്ന് 6 മണിയാകുമ്പോൾ കാളെ എഴുന്നേറ്റിട്ടുണ്ട്. എന്നിട്ട് ഉറക്കപ്പാന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്തെ റൂമിലാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഓൻ ഉണരുന്നത്. അപ്പോൾ ഞാൻ പറയും, മോനെ സമയമായിട്ടില്ല, ഉറങ്ങാറൊക്കെ പൊതിച്ച് മൂടി കൊടുത്ത് അങ്ങനെ കിടത്തി. പക്ഷെ ഓനെ ഞാനും വൈഫും ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാം. ഞങ്ങളിരുന്ന് ചായ കുടിക്കുമ്പോൾ ഓൻ പതുക്കെ അനങ്ങാതെ ഓടി വരുന്നു. എന്നിട്ട് വാതിലിൻ്റെ ബാക്കിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കി ഞെട്ടിച്ച് ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾ നോക്കി, അപ്പോൾ ഉറങ്ങണില്ല. അപ്പോൾ ഓൻ്റെ ഈ ചെറിയ മനസ്സിൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിൽ കയറിക്കാം ഉപ്പ നേരത്തെ പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഖുർറത്തായി എന്ന് പറഞ്ഞാൽ ഇതാ, ആ മോനെ പിന്നെ ഉറങ്ങണില്ല. നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ ആനന്ദമാണ്. വിശുദ്ധ ഖുർആൻ പറയാ സീനത്താണ്. ദുനിയവിയായ ജീവിതത്തിൽ ആനന്ദമാ മക്കൾ എന്നൊക്കെ പറയാലോ. അങ്ങനെയാ. എന്നാ ഇതേ ഖുർആൻ പറയണ്ടേ, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. തഗാബുൻ സൂറത്തിലെത്തുമ്പോൾ മക്കളും സമ്പത്തും ഫിത്നയാണ്, എടങ്ങേറാണെന്നൊക്കെ പറയും. തിരുവനന്തപുരം ജില്ലയിലൊരു മോനെ, പേര് ഞാൻ പറയാം, നിങ്ങൾക്കൊക്കെ ആവും. നമ്മളിത് ലൈവ് ഉണ്ടോയെന്ന് എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഉദാഹരണം പേരൊന്നും പറയില്ല. കാമുകിയെ കൊന്നു, ഓർമ്മയില്ലേ? സ്വന്തം അനുജന് ഇഷ്ടപ്പെട്ട കുഴിമന്തി വാങ്ങിക്കൊടുത്തിട്ട് കൊലപാതകം നടത്തിയൊരു മോനെ. ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാ. ആ മോനെ സ്വാലിഹാണെന്ന് പറയോ? ഇങ്ങനത്തെ കൊടിയ ക്രൂരതകൾ ചെയ്യുന്ന മനുഷ്യന്മാരാ ലോകത്ത്. കുഞ്ഞുങ്ങൾ ലോകത്ത് വളരാ. നമ്മളെ മക്കൾ അങ്ങനെ ഫിത്നയാവാതിരിക്കാൻ നമ്മളെന്താ ചെയ്യേണ്ടത്? മക്കൾ സ്വാലിഹാകണോ? പണി എന്താണെന്നറിയോ? ഞാൻ ഇന്നലെ കൗൺസിലിങ്ങിന് വന്ന ഉമ്മയോട് ഉപ്പയോട് പറഞ്ഞത്, ഈ മോനെ ഞാൻ പ്രത്യേകിച്ച് കൗൺസിലിങ് ചെയ്യില്ലേ, ഇവനക്ക് ഞാൻ ചെറിയ 2 ടിപ്സൊക്കെ കൊടുക്കും. എനിക്ക് നിങ്ങളോ 2 പറയാനുള്ള കുഞ്ഞുങ്ങളൊക്കെ പുറത്താക്കിയിട്ട് പറഞ്ഞേ, നിങ്ങൾ 2 കീരിയും പാമ്പും ആയാൽ, ഭാര്യയും ഭർത്താവും വീട്ടിൽ കീരിയും പാമ്പും ആയാൽ മക്കൾ പെരിച്ചായി ആവുന്ന. പെരിച്ചായി എന്ന് പറയാൻ ഈ നാട്ടിലൊക്കെ അറിയോ? നിങ്ങളെ മക്കൾ പെരിച്ചായി സ്വഭാവം വേണോ? വേണ്ടെങ്കിൽ നിങ്ങൾ കീരിയും പാമ്പാവരുത്. നിങ്ങൾ സ്നേഹിക്കണം. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ ആണുങ്ങളെ ഏറ്റവും നല്ല ആണാരാണെന്ന് പറയാ, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും. നിങ്ങൾ അക്മൽ മുഅ്മിനീന ഈമാനൻ, മുഅ്മിനീങ്ങൾ ഈമാനിനാൽ ഏറ്റവും പൂർണ്ണതയുള്ളവരാരാ? അഹ്സനുഹും ഖുലുഖ, സൽ സ്വഭാവമുള്ളവനാ. ഹദീസിന്റെ ബാക്കി പറയാ, ഇങ്ങോട്ട് ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാ? അവൻ പള്ളിക്ക് വേണ്ടി ഓടി നടക്ക, മദ്രസക്ക് വേണ്ടി പ്രവർത്തിക്ക, പൊതു നന്മക്ക് ഓടുന്നവനല്ല. ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാ? ആണുങ്ങളെ. ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളെ ഭാര്യയോട് നന്നായി പെരുമാറുന്നവനാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ പന്തലിൻ്റെ ഉള്ളിലിരിക്കുന്ന ആണുങ്ങളോട് മാത്രം, സ്റ്റേജിലിരിക്കുന്ന ആണുങ്ങളോട് മാത്രം ഉറപ്പ് പറയാൻ പറ്റോ? നിങ്ങളേറ്റവും നല്ല ക്വാളിറ്റി സ്വഭാവം നിങ്ങളെ ഭാര്യൻ്റെ അടുത്താണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉണ്ടോ?
ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലവനാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇല്ലേ, നാടിന് വേണ്ടി ചില ആളുകളൊക്കെ നാടിന് പള്ളിക്ക് മദ്രസക്കൊക്കെ ഓടും. പഠിച്ചോനെ നട്ടപ്പാതിരാവിലെ ഓൻ ഹോസ്പിറ്റലിലാ, CH സെന്ററിലാ. ഓന്റെ പെരേ പോയാലോ ഭാര്യനോടോ കരിമൂർക്കൻ സ്വഭാവമാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അവൻ നല്ലവനല്ല, അവൻ നല്ലവനല്ല. നല്ലവനാരാ? സ്വന്തം ഭാര്യയോട് നന്നായി പെരുമാറുന്നവനാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് പറയാ മാത്രല്ല, ഷഫീഉന മുഹമ്മദ് മുസ്തഫ ആയിഷ ബീവിയോടൊപ്പം, സൗദ ബീവിയോടൊപ്പം, ബീവി ഖദീജയോടൊപ്പം ജീവിച്ച മനോഹരമായ ചരിത്രങ്ങൾ നിങ്ങൾ പഠിക്കണം. ആണുങ്ങളെ നല്ല ഭർത്താവ് എങ്ങനെയാന്ന് പഠിക്കണം. സയ്യിദുന മുഹമ്മദ് മുസ്തഫ 51 വയസ്സിലാ ഹിജറ പോകുന്നത്. പിന്നെ ആ യുദ്ധങ്ങളൊക്കെ നടക്കണത് വയസ്സിൽ. നമ്മളൊക്കെ പ്രായപ്രകാരം മൂസാജിക്ക് 51 ആയോ, 60 ആയോ, 70 ആയോ? മാഷാ അല്ലാഹു ആഫിയത്തും സിഹത്തും സലാമത്തും നൽകുമാറാകട്ടെ, ആമീൻ. അപ്പം ഹബീബായ പുണ്യനബിക്ക് 50 കഴിഞ്ഞിട്ടാണ് ഹിജറ പോകുന്നത്. പിന്നെ ആ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകണത് അവിടെയാ. നിങ്ങളൊരു ചരിത്രം കേൾക്കേണ്ട. എൻ്റെ ആണുങ്ങളെ പെണ്ണുങ്ങൾ പറയാം, അങ്ങനെ തന്നെ പറയും. ഞാൻ പറയണ്ട്, നിങ്ങളോടും വരണ്ട്. ആദ്യം ഇവിടെ കഴിയട്ടെ. അപ്പൊ ഞാൻ പറയണ ഹബീബ് മുഹമ്മദ് മുസ്തഫ, കുടുംബം പഠിക്ക് ആണുങ്ങളെ, കുടുംബം പഠിക്ക്. ഹബീബ് യുദ്ധം കഴിഞ്ഞ് വരുമ്പോ ഓരോ യുദ്ധത്തിലും ഒരു ഭാര്യയെ കൂടെ കൊണ്ടുപോകും. ഒരു ഭാര്യയെ ഒട്ടകക്കൂടാരത്തിലിട്ട് കൊണ്ടുപോകും. അങ്ങനെ പതിവായി കൊണ്ടുപോകുന്നതിനിടയിൽ ഒരു ദിവസം ബീവി ആയിഷയായിരുന്നു ഭാര്യയായി വന്നത്. ആയിഷയും കൂട്ടി തിരിച്ച് യുദ്ധം കഴിഞ്ഞ് വരികയാ. മദീനയുടെ അതിർത്തി എത്തിയപ്പോൾ അണികളോടൊക്കെ പോകാൻ പറഞ്ഞു. എല്ലാവരും പോയി കഴിഞ്ഞപ്പം സയ്യിദുന മുഹമ്മദ് മുസ്തഫ ആയിഷയെ വിളിക്കുക, ആയിഷോ ഇറങ്ങി വരൂ എന്ന് പറയാം. എന്നിട്ട് ഇങ്ങോട്ട് മദീന പരിധി കഴിഞ്ഞിട്ടുണ്ട്, ആളുകളൊക്കെ പോയി മറഞ്ഞു, ഭർത്താവായി മാറുന്നു. ഇസ്ലാമിൻ്റെ പടനായകനായ മുഹമ്മദ് മുസ്തഫ രൂപം മാറുന്നു. സ്വന്തം ഭാര്യയാകുന്ന ആയിഷയുടെ അടുത്ത് ആയിഷയെ കൊഞ്ചിപ്പിക്കുന്ന ഭർത്താവാകുന്നു. ഏതാ ഭർത്താവ്? ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക വിപ്ലവം നടത്തിയ മുഹമ്മദ് മുസ്തഫ സാധാ വീട്ടു ഭർത്താവായി മാറുന്നു. ആയിഷോ ഇറങ്ങൂ, എന്നിട്ട് വാ നമുക്കൊരു ഓട്ട മത്സരം നടത്താം. നിങ്ങൾ ആലോചിച്ച് നോക്കി, മൂസാജി നിങ്ങളും നിങ്ങളെ വൈഫും പാടൊരു ഓട്ട മത്സരം നടത്തണത്. ഞാൻ മൂസാജിനെ വിളിച്ചപ്പോൾ വേറുള്ളവരൊക്കെ അങ്ങനെ ചിരിക്കുക. ഞങ്ങളെല്ലാവരും പേരപ്പോൾ വിളിച്ചത്. അബ്ദുള്ള ഹാജി, നൗഷാദ്, ഇവിടെ ഉണ്ടോ വൈഫ്? എന്നാൽ അന്നൊരു ഓട്ട മത്സരം നടക്കും. ഇതൊക്കെ കേട്ട് നിങ്ങൾ ഇന്ന് നല്ല ഭർത്താവാകാൻ തീരുമാനിക്കുമ്പോൾ നമ്മളെ ഭാര്യമാരെ നിങ്ങളും നല്ല ഭാര്യ ആവണം. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ പറയാ, ഏറ്റവും നല്ല ഭാര്യ ഏതാ? മൻ, അവൾ ഒരുത്തിയാണ്. ഇതാ നളർത്ത ഖൈറുൻ നിസാഇ, സ്ത്രീകളിലെ ഏറ്റവും നല്ല പെണ്ണേതാ? മൻ, അവൾ ഒരുത്തിയാണ്. ഇതാ നളർത്ത ഇലൈഹാ, ഭർത്താവിനോട് പറയാ, നീ അവളിലേക്ക് നോക്കിയാൽ, അഥവാ നിന്റെ ഭാര്യയിലേക്ക് നോക്കിയാൽ, സർറത്ക, നോട്ടം കൊണ്ട് തന്നെ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. നോക്കൂ, ഹബീബ് ഏറ്റവും നല്ല ഭാര്യയുടെ പ്രത്യേകത പറഞ്ഞത് എന്താ? പെണ്ണുങ്ങളെ, ഏറ്റവും നല്ല ഭാര്യ ഏതാന്ന് ചോദിച്ചപ്പോൾ പറയാ, ഇതാ നളർത്ത ഇലൈഹ, ഭർത്താവ് ഒന്ന് ഭാര്യയിലേക്ക് നോക്കിയാൽ നോട്ടം കൊണ്ട് തന്നെ സർറസ്ക, നീ അവളെ സന്തോഷിപ്പിക്കുമെന്ന്. ഏതാ നോട്ടമെന്നറിയോ? ആ സ്നേഹത്തോടെയുള്ള നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങൾ, നാട്ടാരൊക്കെ വരുമ്പോൾ ഭയങ്കര സ്നേഹം ചിരിക്കലൊക്കെ. ഭർത്താവ് വരുമ്പോൾ ആ കരി പിടിച്ച ചെമ്പട്ടിൻ്റെ മോറാൻ കാണിച്ചു കൊടുക്കും. ഉള്ള സ്നേഹം അപ്പതോടെ കൂടി ഇല്ലാതായിപ്പോവും. എൻ്റെ പെണ്ണെ അങ്ങനെ ആവല്ല. വൈദാ അൻഹ, നീ അവളെ തൊട്ട് ഗൾഫിലേക്ക് പോയാൽ, വിദേശത്തേക്ക് ജോലിക്ക് പോയാൽ ഭർത്താവിനോട് പറയാ, അല്ലെങ്കിൽ കോഴിക്കോട്ടങ്ങാടിയിലേക്ക് പോയി അങ്ങനെ വീട് വിട്ട് നീ പുറത്തോട്ട് പോയാൽ, അവൾ നിന്നെ സംരക്ഷിക്കും. ഫീ നഫ്സിഹ, അവളെ ശരീരം, വാട്സപ്പ് വീഡിയോ കാളുകൾ മുതൽ എന്തൊക്കെ തമ്മാടിത്തരങ്ങളുണ്ടോ അതിൽ മുഴുവനും നിനക്ക് മാത്രമായി അവർ നിന്നെ സംരക്ഷിച്ച് വെക്കുമെന്ന്. പോരാ, വമാലിക, നിന്റെ സമ്പത്ത് അവർ സസൂക്ഷ്മമായി ചെലവഴിക്കും. നല്ല ഭാര്യയുടെ ക്വാളിറ്റി. 3 ചോറ് വെക്കണം വിരുന്നിന്, 4ാമത്തെ ഫുഡും കൂടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പാവപ്പെട്ട ഭർത്താവിനെ ഇടങ്ങേറാക്കണ പെണ്ണല്ല. ഭർത്താവിൻ്റെ സമ്പത്ത് എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ സമ്പത്തിനനുസരിച്ച് അവരുടെ സ്വത്തിനെ സൂക്ഷിക്കുന്ന പെണ്ണാണ് നല്ല പെണ്ണ്. വലദിഹ,
വലദിക നിന്റെ മക്കളെയും നന്നായി സംരക്ഷിക്കുന്നവരാണ് നല്ല പെണ്ണ്. 4 ക്വാളിറ്റിയാ നല്ല ഭാര്യയിൽ പറഞ്ഞത്. ഒന്നാമത്തെ ക്വാളിറ്റി നോട്ടം കൊണ്ട് തന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കും. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല പെണ്ണിൻ്റെ ക്വാളിറ്റി പറയാ. പെണ്ണുങ്ങളെ നിങ്ങളെ നോട്ടം മതിയാവും. ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 4 പ്രത്യേകതയും ഈ പന്തലിൻ്റെ ഇപ്പറ ഇരിക്കുന്ന പെണ്ണുങ്ങളൊന്ന് നെഞ്ചിൽ വെച്ച് ആലോചിക്ക്. നീ നല്ല ഭാര്യയാണോ എന്ന് ആലോചിക്ക്. എന്താ ഒന്നാമത്? സർറത്തുക നോട്ടം കൊണ്ട് തന്നെ സന്തോഷിപ്പിക്കണ പെണ്ണ്. അതേതാ? നമ്മളേറ്റവും നല്ല ക്വാളിറ്റി ഇണകൾ പരസ്പരം ഉണ്ടാവേണ്ട സാധനം. നല്ല തലവേദനയും പിടിച്ച് ഭാര്യൻ്റെ അടുത്തേക്ക് ഭർത്താവ് കയറി വരുമ്പോൾ ഇവളപ്പം തുടങ്ങും തക്കാളില്ല, മുളകില്ല, പച്ചമുളകില്ല, കരപര പര കരപര കരപര പരപര. ഈ മനുഷ്യനുള്ള തലവേദന മൈഗ്രെയിൻ ആക്കി കൊടുക്കെങ്കിൽ നീ നല്ല പെണ്ണല്ല, നല്ല പെണ്ണല്ല. സൂറത്തുൻ നൂറിൽ അല്ലാഹു മിൻ ആയാതി ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങൾ അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങൾ എണ്ണി പറയുന്ന സൂറയാണ് സൂറത്തുൻ നൂർ. ആകാശങ്ങളെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, ഇരുട്ടിനെ സൃഷ്ടിച്ചു, മഴ സൃഷ്ടിച്ചതുപോലെയുള്ള പ്രത്യേകതയാണത്രേ അള്ളാഹു ഇണകളായി നിങ്ങളെ സൃഷ്ടിച്ചത്. എന്തിനാ ഇണകളാക്കിയത്? ലിതസ്കുനു ഇലൈഹ. ഇണകളാക്കിയത് എന്തിനാ? എൻ്റെ പ്രിയപ്പെട്ട മൊടിയേരിയിലെ മുഴുവൻ കല്യാണം കഴിഞ്ഞ ആണും പെണ്ണും ആലോചിക്ക്. ഇണയാക്കിയത് എന്തിനാ? ഖുർആൻ പറയാ ലിതസ്കുനു ഇലൈഹ, മനസ്സമാധാനം കിട്ടാനാണ്. ഇനി നിങ്ങൾ പറയും, നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് മനസ്സമാധാനം പൊയ്ക്കാണോ അല്ല കിട്ടണുണ്ടോ? കിട്ടണില്ലെങ്കിൽ നിങ്ങളെ ദാമ്പത്യത്തിൽ രസമില്ലായ്മയുണ്ട്. തിരുത്തണം. ലിതസ്കുനു ഇലൈഹ. എങ്ങനാ സുക്കൂൻ ഉണ്ടാവാ? അത് അല്ലാഹു വെറുതെ പറഞ്ഞില്ല. സുക്കൂൻ ഉണ്ടാക്കാൻ പരസ്പരം ഇണചേരണം. നിങ്ങൾ പരസ്പരം കൈമാറണം സ്നേഹം. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. എന്താ? ഇണകൾക്കിടയിൽ അല്ലാഹു 2 വികാരത്തെ സൃഷ്ടിച്ചു. അതും അല്ലാഹു ഖുർആനിൽ പറയാ. ഈ സുക്കൂൻ ഉണ്ടാകാന് ദമ്പതികൾക്കിടയിൽ സൂറത്തുൻ നൂറിൽ അല്ലാഹു പറയാ 2 വികാരം. എന്താണ്? മൂസാജി ഇവിടെയുള്ള ഏതോ ഒരു ഭാര്യനെ കല്യാണം കഴിച്ചിട്ടുണ്ടില്ലേ? മൂസാജിന്റെ വൈഫും ഇവിടെ ഉണ്ടാവൂലേ? നിങ്ങളെ വൈഫുണ്ടോ ഇവിടെ? മാഷാ അല്ലാഹ്. വൈഫിന്റെ പേരെന്താ? ആയിഷയും ഇവിടെ ഉണ്ട്. നമ്മളെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അബ്ദുല്ലാജിക്ക് ഇവിടെ ഉണ്ട്. അള്ളാഹു പറയാ അബ്ദുല്ലാജിക്കയുടെയും ആയിഷയുടെയും മനസ്സിൽ സുക്കൂൻ ഉണ്ടാകാനാ കല്യാണം കഴിച്ചേ. മുനീറുദവിന്റെ ഭാര്യയും റുക്കിയയും തമ്മിൽ സുക്കൂൻ ഉണ്ടാവണം. അതിനാ ഇണയാക്കി തന്നത് പടച്ചോനെ. ഇത് പറയുമ്പോൾ ഇവിടെ പെണ്ണുങ്ങൾ ചിലവർ പറയും മഹാപൊട്ടത്തരം, കെട്ടി കുടുങ്ങിയിരിക്കുകയാണ്. ആണുങ്ങൾ ചിലവർ പറയും പടച്ചോനെ ഈ സാധനത്തിനെ കെട്ടി അന്ന് മുതലേ എനിക്ക് അടങ്ങേറ് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്തിനെങ്കിലുമൊക്കെ ഒരു തിരുത്തിന് റെഡിയാവുക. രണ്ടാളും ഈഗോ ആയിട്ട് നടക്കരുത്. കുഞ്ഞു തിരുത്തലുകൾ കൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ മനസ്സിലാക്കിയാൽ നന്നാകും. എങ്ങനെ സുക്കൂൻ ഉണ്ടാവല്? പരസ്പരം. ഇപ്പം നിങ്ങൾക്ക് ഭർത്താവിന് തലവേദന നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ തക്കാളിൻ്റെയും മുളകിൻ്റെയും കഥ പറയാതെ തലവേദന ഉണ്ടോ ഒന്ന് ചേർന്ന് ഇരുന്ന് കൊടുത്ത് എന്താ മരുന്ന് വേണ്ടതൊക്കെ കൊടുത്ത് അവരാഗ്രഹിക്കുന്ന ഭാഷ. ചില ആണുങ്ങൾക്ക് ആ സമയത്ത് സ്വസ്ഥത വേണ്ടി വരാം. അപ്പോൾ പോയിട്ട് പിന്നെ പിച്ച മരുന്ന് വേണം ചപ്പച്ച എന്ന് പറയാൻ പോകരുത്. അപ്പോൾ അതിനേക്കാളും പ്രശ്നമാവും. ചില പെണ്ണുങ്ങൾ ഇങ്ങനെ പിരി അറിഞ്ഞു ചെല്ലും. അത് അവർക്ക് തലവേദന മൈഗ്രെയിൻ ആക്കി മാറ്റുന്നുവെങ്കിൽ നീ നല്ല ഭാര്യയല്ല. തിരിച്ചും ഭാര്യയ്ക്ക് എന്തോ സങ്കടം ഉണ്ടായപ്പം ഭർത്താവിനെ ഫോൺ വിളിച്ച്. അപ്പോൾ ഭർത്താവ് പറയും ഞാൻ തിരക്കില്ല, അപ്പോൾ വെച്ചേക്കവിടെ. ഒട്ടൻ ഭർത്താവ് ഓനെ ഭർത്താവാകാൻ പറ്റൂല. അവളെ കേട്ടുകൊടുക്കണേ. അതാണ് സുക്കൂന് കൊടുക്കാനേ. ഇങ്ങോട്ട് പറയാം അല്ലാഹു ഈ സുക്കൂൻ നിലനിൽക്കാൻ 2 വികാരം തന്നു. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. എന്താ? കാണാൻ പോയി നൗഷാദ് ഭാര്യനെ. അപ്പോൾ നമ്മൾ മുനീറുദവി ഒരു പെണ്ണിനെ ഭാര്യയായി കാണാൻ പോയി. നിങ്ങളൊക്കെ ഓരോരുത്തരെ കാണാൻ പോകും. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന വികാരമാ മവദ്ദത്ത്, പ്രണയം എന്നൊക്കെ വേണം പറയാം അല്ലേ? പ്രണയം എന്ന് പറഞ്ഞതിനൊരു പ്രത്യേകത ഉണ്ട്. അവിടെ മാത്രമായിട്ട് നിന്നാലുള്ള കുഴപ്പം കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇല്ലാതായി പോകും. പ്രണയം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പൊതു ഇഷ്ടം കൊണ്ട് തോന്നിയതാവും. ചെന്നപ്പോൾ അവളെ കാണാൻ പോയപ്പോൾ അവളെ മൂക്ക് നല്ല രസമുണ്ടേനി. അപ്പോൾ കെട്ടിയതാ. അങ്ങനെ മൂക്ക് ഇഷ്ടമായി ഇങ്ങനെ കെട്ടി. ഒരാഴ്ച കണ്ട്, 2 ആഴ്ച കണ്ട്, 3 ആഴ്ച കണ്ട്, 2 മാസം മൂക്ക് ഇങ്ങനെ വളഞ്ഞത് കണ്ട് ഇരുന്നപ്പോൾ പിന്നെ അതൊക്കെ മൂഡ് മാറും. ഏതുപോലെ നമ്മൾ അങ്ങാടി കൂടെയൊക്കെ പോകുമ്പോൾ നല്ല പാവ കണ്ടു. അപ്പോൾ പാവ നമുക്കെല്ലാം ഇഷ്ടമായി. നമ്മൾ കൊണ്ടുവന്ന് 1-ാമത്തെ ദിവസം വെക്കലിവിടെ അലമാറിൻ്റെ ഏറ്റവും മുകളിൽ. 2-ാമത്തെ ദിവസം പിന്നെ ഇങ്ങനെ നോക്കും. 3-ാമത്തെ ദിവസം ഇങ്ങനെ, 4-ാമത്തെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ എവിടെ വെച്ചതെന്ന് നമുക്കറിയില്ല. അതേപോലെയാണ് ഈ മവദ്ദത്തിന് ഒരു അട്രാക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന സാധനം. അള്ളാഹുവിന് ഇതൊക്കെ അറിയണോണ്ട് അള്ളാഹു അവിടെ നിർത്താൻ പറഞ്ഞിട്ടില്ല. അടുത്തൊരു വികാരം കൂടി കൊടുത്തിട്ടുണ്ട്. വറഹ്മ, കാരുണ്യം എന്ന് പറഞ്ഞൊരു വികാരമുണ്ട്. കാരുണ്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ റോട്ടിലൂടെ നടക്കുമ്പോൾ, നിങ്ങളെ പേരെന്താ? ഈ വളണ്ടിയറുടെ പേര്
സുബൈർക്ക നല്ല ആക്റ്റീവാണ്, ഫുള്ള് ഇങ്ങനെ വന്നപ്പോഴേ കണ്ടിരിക്കാതെ നടക്കണേ. അപ്പോൾ സുബൈർക്ക ഇങ്ങനെ റോട്ടുമുക്ക് ഇങ്ങനെ ഇറങ്ങിയ സമയത്താണ് ഒരു 75-50 വയസ്സുള്ള ഒരു വയസ്സായ അണ്ണാച്ചി പെണ്ണ് പെട്ടെന്ന് വണ്ടി ഇടിച്ച് ചോരൊക്കെ ഒലിച്ചാണ്ട് ഇങ്ങനെ തെറിച്ച് കാണണേ. സുബൈർക്ക അവരെ കണ്ടാട് വാരി എടുക്കും ഇല്ലേ, കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. സുബൈർക്കൊക്കെ ആ വയസ്സെത്തി അണ്ണാച്ചി പെണ്ണിനോട് പ്രേമമായിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത് ആണോ? അല്ല, അതാണ് അവിടെ പിന്നെ എന്താ ഉണ്ടായത്? കരുണയാണ്, കാരുണ്യ. അതാണ് മവദ്ദത്ത്, പ്രണയ. അതെന്തോ ഒരു ഇഷ്ടം തോന്നുമ്പോൾ ഒരു സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിനെ കണ്ടപ്പോൾ സുബൈർക്ക വാരി വലിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയാം. അങ്ങനെയും കൊണ്ടുപോകണം കേട്ടോ. ഞാൻ അതാണ് മാത്രമല്ല, അതൊന്നുമില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ മോൾക്ക് എന്തോ ആണ്, അതിൻ്റെ മുകളിലുള്ള വികാര കാരുണ്യം. അപ്പോൾ വയസ്സ് 80 പിന്നിട്ടു, 78 പിന്നിട്ടു ഭാര്യക്ക്. അപ്പോഴും കാരുണ്യം ഉണ്ടെങ്കിൽ ഓൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ എൻ്റെ ഓൾക്കൊന്ന് പനിയാണ്, എനിക്കെന്തോ കഞ്ഞിറങ്ങണില്ല എന്ന് ഭർത്താവ് പറയും. അതാണ് കാരുണ്യത്തിൻ്റെ പ്രത്യേകത. ചില വയസ്സുള്ള വല്യമ്മയും വല്യപ്പി ഇരിക്കണേ കണ്ടാൽ തോന്നും ഓലെ കല്യാണം മിഞ്ഞാന്നാ കഴിഞ്ഞതെന്ന്. ഓല അങ്ങനെ സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ പറയണം. പേരമക്കൾക്ക് എന്താ നല്ല മക്കളെയും ക്വാളിറ്റി എന്താ അറിയോ, അങ്ങനെ അവരെ ഇരിക്കാനൊക്കെ സമ്മതിക്കണം. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഒപ്പം ഉംറക്കൊക്കെ പോകുമ്പോൾ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഒരു അടിക്കുറിപ്പ് കൊടുത്തിട്ട് അങ്ങനെ എന്തായാലും ഓല് ആഘോഷിക്കാം. ഓല് ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് ഇങ്ങനെ പോവാം. ഒരു ഭാര്യ ഭർത്താവ് എത്ര വയസ്സുള്ളവരാണെങ്കിലും അവർ തമ്മിൽ ഒറ്റയ്ക്കിരിക്കുന്ന ദിവസങ്ങൾ സമയം ഉണ്ടാവണം ഒരു ദിവസത്തിൽ. സുബൈർക്ക് അങ്ങനെ ഇരിക്കലുണ്ടോ വൈഫിനായിട്ടൊക്കെ? അങ്ങനെയൊക്കെ ഇരിക്കണം. നിങ്ങളെ കുടുംബത്തിലെ സ്വകാര്യമായ സെക്സ് ജീവിതമല്ല ഞാൻ പറയണത്, സംസാരിക്കാൻ സമയം കാണണം ഭാര്യയോടൊപ്പം. ഒന്നിങ്ങനെ വെറുതെ ഒരു 5 മിനിറ്റ്. അതിന് പറയാം നമ്മളെ സൈക്കോളജിസ്റ്റുകളൊക്കെ ക്വാളിറ്റി ടൈം എന്നാണ് പറയാം. നിങ്ങളെ ഭർത്താക്കന്മാരൊക്കെ നിങ്ങളൊപ്പം അങ്ങനെ ഇരുന്നരലുണ്ട് ഒരു 5 മിനിറ്റൊക്കെ. എല്ലാം മാറ്റി വെച്ച് ഫോണൊക്കെ ഒഴിവാക്കിയിട്ട് അപ്പോഴും മൂപ്പര് തോണ്ടുണ്ടെങ്കിൽ അയാളാ പണിക്ക് പറ്റൂല. അപ്പോൾ തോണ്ടരുത്. അപ്പോൾ വൈഫിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ സംസാരിക്കുക. അതാണ് ഈ മവദ്ദത്തിനപ്പുറം കാരുണ്യം ഒഴുകുന്ന കുടുംബം ഉണ്ടാകണേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചാലുള്ള ഗുണമെന്താ? അപ്പം നിങ്ങളിൽ നിന്ന് മക്കൾ വരും. ഏതാ മക്കൾ? അപ്പോഴാണ് നല്ല സ്വാലിഹ്യങ്ങളായ മക്കളുണ്ടാവുക. ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാം, മക്കൾ നന്നാവാനേ നിങ്ങൾ ഞാൻ ഈ കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കണോണ്ട് ഒരുപാട് ഒരാഴ്ചയിൽ തന്നെ 2-3 കേസൊക്കെ വരും മക്കളെ പ്രശ്നം പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ അധിക കേസ് എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന വേറൊരു കേസ് ഉണ്ടായിന്, അതും മലപ്പുറത്തുനിന്നാണ് ഈ വന്ന ഈ കേസ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, സമയം അവസാനിക്കാൻ പോകും, ഒരു 2 കഥ കൂടി പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ആ കുട്ടി ഇതേപോലെ 9-10 വയസ്സുള്ളൂ. എനിക്ക് 10 വയസ്സിന് താഴെ കുട്ടികളെ കാണുമ്പോൾ തന്നെ ഓലെ പ്രശ്നം പറയുമ്പോൾ തന്നെ പേടി, വീട്ടിലെന്തോ കുഴപ്പമുണ്ടെന്നാവും. അന്വേഷിച്ച് പോകുമ്പോൾ തന്നെ തിരിയും കറക്റ്റാണ്, ഇത് നമ്മിൽ കീരിയും പാമ്പായിരിക്കും. നിങ്ങൾ കീരിയും പാമ്പാകുമ്പം ഈ വളർന്നു വരുന്ന മക്കൾ ഉറപ്പായിട്ടും അപകടകരമായ ഒരു അന്തരീക്ഷത്തിൽ. മക്കൾ നന്നാവാൻ 2 മെത്തേഡേ ഉള്ളൂ, ബൈ ദി എൻവിറോൺമെൻറ്റ് ആൻഡ് ബൈ ദി ജെനറ്റിക്. എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ, ബൈ ജെനറ്റിക് എന്ന് പറഞ്ഞാൽ കുടുംബം. പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്തേ നന്നായി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, പൂക്കോയത്തങ്ങളെ മോനായിന്ന്. പൂക്കോയത്തങ്ങൾ എന്തേ നന്നായി എന്ന് ചോദിച്ചാൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കുടുംബത്തിൽ ബ്ലഡ് കുടുംബം നന്നായിന്നാ. അതിപ്പോൾ നമുക്ക് നമ്മളെ കുടുംബം മാറ്റാനൊന്നുമല്ല, ഉള്ള കുടുംബം എന്താണോ വെച്ച് നമ്മൾ ജീവിക്കാം. രണ്ടാമത്തെ ഒരു മെത്തേഡ് ബൈ ദി എൻവിറോൺമെൻറ്റ്, സാഹചര്യം നന്നാക്കാം. എൻ്റെ ഉമ്മയോട് ഉപ്പയോടാ പറയാനുള്ളത്, നിങ്ങളെ വീട്ടിലെ സാഹചര്യം കുട്ടിക്ക് ഇസ്ലാമികമായി നല്ല പൗരനായി വളരാനുള്ളത് ഉണ്ടാക്കിയേ പറ്റൂ. ഇപ്പം നമ്മളെ കുഴപ്പം എന്താ അറിയോ, അടുപ്പൊക്കെ വെക്കും, ഗ്യാസൊക്കെ വെച്ച് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിക്കും. വെള്ളം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് പാലൊഴിക്കും, നല്ല കേൾക്കണേ, പാലൊഴിക്കും. പിന്നെ ചായപ്പൊടി ഇടും, എന്നിട്ട് ദോരക്കമ്മ പഠിച്ചവനെ എത്രയും പെട്ടെന്ന് കട്ടൻ കാപ്പി ഉണ്ടാവണേന്ന്. ഒഴിച്ചതെന്താ? പാല്. ഇട്ട പൊടി ഏതാ? ചായപ്പൊടി. ഇങ്ങോട്ട് ദോരക്കണതോ പഠിച്ചവനെ കട്ടൻ കാപ്പി ഉണ്ടാവണേന്ന്, മണ്ണാങ്കട്ട ഉണ്ടാവും. ഇതേപോലെ നമ്മളെ ദുആ. നമ്മൾ ഉള്ള വീട്ടിൽ TV എന്തൊക്കെയാ സീരിയൽ ഉമ്മ ഇരുന്ന് കാണും. ഉമ്മക്ക് ഫോൺ വിളിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഉമ്മ ഇങ്ങനെ ബിഗ് ബോസ് കാണാം, അല്ലെങ്കിൽ മറ്റ് എന്തൊക്കെ വേണ്ടാത്ത പരിപാടി അതൊക്കെ കാണുക. ഭക്ഷണം കഴിക്കുമ്പോൾ കാണാം, ഉറങ്ങാൻ കിടക്കുമ്പോൾ 9 കേട്ടിട്ടാണ് ഉറങ്ങണത്. ഇതൊക്കെ 5 വയസ്സുള്ള മോനെ 4 വയസ്സുള്ള മോനെ ഇങ്ങനെ കാണാം. എന്നിട്ട് ഉമ്മ പറയാം, ഉസ്താദ് എൻ്റെ കുട്ടി നന്നാവാൻ വേണ്ടി മദ്രസക്ക് 500 ഉറുപ്യ നന്നായിട്ട് വാങ്ങിയേക്കാം, 550,000 കൊടുത്തോളി മദ്രസക്ക്. പക്ഷെ അത് മാത്രം ചെയ്ത് നന്നാകാൻ നടക്കല്ലേ, നിങ്ങളും കൂടി വീട്ടിൽ അറ്റ്മോസ്ഫിയർ നന്നാക്കി. അതെങ്ങനെയാ? ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ചെറിയ മക്കളൊക്കെ ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് ഇമിറ്റേറ്റിംഗ് എന്നാ, അനുകരണയാണ്. നിങ്ങൾ 2 കാര്യം അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളൂ. ഒന്ന്, മാതൃകാ മാതാവാകൂ, മാതൃകാ പിതാവാകൂ. നിങ്ങൾ നിസ്കരിക്ക് എന്ന് പറയണ്ട, നിങ്ങൾ നിസ്കരിക്കണ കുട്ടി കണ്ടാൽ മതി. നിങ്ങൾ വിളിക്കുക, വാടാ ഞാൻ നിസ്കരിക്കണം, പോയി നിസ്കരിക്ക്, ആ ഭാഷയെ വേണ്ട, പോയി ഓതു, അങ്ങനെ പറയല്ല.
വാ നമുക്ക് ഓതാം, വാ നമുക്ക് നിസ്കരിക്കാം, വാ നമുക്ക് തട്ടട. നീ തട്ടട് വേണ്ട, നീ കൽപ്പന ഭാഷ ഒഴിവാക്കി ഷെയറിംഗ് വേർഡ്സ് ഉപയോഗിക്കൂ. ഒപ്പം ചെയ്യണ പണിയെടുക്ക്. നിങ്ങൾ പോകൂ. മാതൃകയായ ഉപ്പയാണോ കുട്ടികൾ നേരെയാകും. ഉപ്പ കളവ് പറയണത് കേൾക്കണേ ഇല്ല. ഉപ്പ അനാവശ്യം ബസ് വണ്ടി പോകുമ്പോൾ ഒരാൾ വണ്ടി മുന്നിൽ വിലങ്ങിട്ട് ബാപ്പ പറയാത്ത തെറിയില്ല, ഒന്ന് മുറിയണ എല്ലാ വാക്കും പറയാം ചൂടായിട്ട്. മറ്റേ ഡ്രൈവർ ഇത് മോൻ കാണാ, മോൻ ഇതിനേക്കാളും വലുത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറയും ഇജെന്താണെന്ന് പറയണേ. ബാപ്പല്ല പണ്ട് പറഞ്ഞിങ്ങനെ ഉള്ളിൽ കിടക്കും. അൺകോൺഷ്യസ് മൈൻഡ് വളരെ സ്ട്രോങ് ആ. അൺകോൺഷ്യസ് മൈൻഡ്, നമ്മളെ അൺകോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡ് ബോധമുള്ളപ്പോഴല്ല, അതിനേക്കാളും വലുതാ ഉള്ളിലുള്ളൊരു മനസ്സുണ്ട്. അതിൽ പതിഞ്ഞാൽ ഊരിയെടുക്കാൻ പണിയാ. ഞാൻ നിങ്ങളോട് അവസാനിപ്പിക്കാം. നന്മ കാണിച്ചു കൊടുത്താൽ മതി, നിങ്ങൾ കൽപ്പിക്കണ്ട. വെള്ളിയാഴ്ച പോകണം എൻ്റെ സുബൈർക്ക കുഞ്ഞിന്. ഇത് ഖബർസ്ഥാനുള്ള പള്ളിയല്ല അല്ലേ? നിങ്ങളെ ഖബർസ്ഥാനുള്ള പള്ളിയിലൊക്കെ പോകണം വെള്ളിയാഴ്ച, അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ പോവുക. 10 വയസ്സുള്ള 8 വയസ്സുള്ള 9 വയസ്സ് 15കാരനെ ഒക്കെ കൂട്ടണം. എന്നിട്ട് പോവാം. വാ മോനെ, എന്നിട്ട് നിങ്ങൾ പ്രിയപ്പെട്ട ഉപ്പാൻ്റെ ഖബറിൽ ചെല്ലണം. ഞാൻ പോകാറുണ്ട്, എൻ്റെ പേങ്ങാട്ടൻ്റെ പിതാവിൻ്റെ ഖബറിൻ്റെ മുമ്പിൽ ചെല്ലാറുണ്ട്. എൻ്റെ പൊന്നുമോനെയായിട്ട് പോകാറുണ്ട്, ജ്യേഷ്ഠൻ്റെ മക്കളായിട്ട് പോകാറുണ്ട്. സുബൈർക്ക പോകണം. എന്നിട്ട് ഇങ്ങനെ സുബൈർക്ക പറയണം, അസ്സലാമു അലൈക്കും യാ അബീ. സങ്കടത്തോടെ ഉപ്പയോട് സലാം പറയണത് 10 വയസ്സുള്ള 15 വയസ്സുള്ള മോനിങ്ങനെ കാണും. ഉപ്പാൻ്റെ കണ്ണ് നിറയണുണ്ടല്ലോ. എന്നിട്ട് ഉപ്പ ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്യണം. മലയാളത്തിൽ ദോർക്കണം. പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾ എനിക്കും വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല ഖബറിൽ. അള്ളാഹുവേ, എൻ്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ, ആമീന്ന് സങ്കടത്തോടെ ഉപ്പ കരഞ്ഞ് സുബൈർക്ക ദോർക്കണേ കാണുമ്പോൾ 10 വയസ്സുള്ള 12 വയസ്സുള്ള മോനിങ്ങനെ കാണും. ഉപ്പമാരെങ്ങനെ സ്നേഹിക്കേണ്ടതെന്നുള്ളത്. ഇന്നെ സ്നേഹിക്കുമെന്ന് പറയല്ല വേണ്ടത്, നിങ്ങൾ വല്യപ്പയെ സ്നേഹിച്ച് കാണിച്ചു കൊടുക്ക്. വീട്ടിലുണ്ടാവും വയസ്സായ അമ്മായിമ്മ. എൻ്റെ ഉമ്മമാരെ, നിങ്ങളോട് പേരക്കുട്ടികളോട് ഒന്നും നിങ്ങൾ പറയണ്ട. അമ്മായിമ്മനോട് വയസ്സായ ഉമ്മയോട് നിങ്ങൾ പെരുമാറുന്നത് കണ്ട് കുഞ്ഞ് വളരും. അപ്പം നിങ്ങൾ പെരുമാറ്റം നന്നാക്കണേ. നിങ്ങൾ ഈ മാതൃകയാണ് വേണ്ടത്. അല്ലാഹുവേ, ഞങ്ങൾ നിന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് ഞങ്ങൾക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടവരാ. അവരുടെ ഖബറുകളൊക്കെ നീ സ്വർഗമാക്കി കൊടുക്കും റഹ്മാനെ, ആമീൻ. ദുആ ചെയ്യാണ്. ഞാൻ അവസാനിപ്പിക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ചേർത്ത് പിടിക്കണം മക്കളെ. അവരെന്ത് തെറ്റ് ചെയ്താലും പോ എന്ന് പറഞ്ഞ് അട്ടിപ്പറഞ്ഞയക്കുന്നവൻ പിതാവല്ല, മാതാവല്ല. ചേർത്ത് പിടിക്കണം. പക്ഷേ തെറ്റ് തിരുത്തിയിട്ട് ചേർത്ത് പിടിക്കണം. ഞാൻ അവസാനിപ്പിക്കാം. 2 കഥ പറയാം. ഒന്ന്, നിങ്ങൾ ഖുർആനോടൊപ്പം ചേർത്ത് പിടിക്കണേ. എൻ്റെ പ്രിയപ്പെട്ട വാഫി ഉസ്താദിനെ മനോഹരമായ ഖുർആൻ പാരായണം കേട്ടപ്പോൾ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. എങ്ങനെയാ മക്കൾ നന്നാവാന്നൊക്കെ ചോദിച്ചാൽ, തിരുവനന്തപുരം ജില്ലയിലാണ് ഹാഫിൽ മുഹമ്മദ് വർക്കല എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കൊക്കെ യൂട്യൂബിൽ കാണും. ഇപ്പം അടിക്കരുതേ, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അടിച്ച് നോക്കണ്ടി. അപ്പം നിങ്ങൾക്ക് കാണാം ഒരു 21 വയസ്സുള്ള ചെറുപ്പക്കാരൻ. ഇപ്പോൾ ഒരു 22, 23 വയസ്സായിട്ടുണ്ടാവും. ഞാൻ കാണുമ്പോൾ അവനക്ക് 19 വയസ്സുള്ളൂ. ഈ ചെറുപ്പക്കാരന് ഇപ്പം ഒരു 24, 23 വയസ്സുണ്ടാവുള്ളൂ. ഇവന് ജനിച്ചപ്പോൾ മന്ദബുദ്ധിയായിരുന്നു. എൻ്റെ ഉമ്മമാരെ, മക്കളെ നന്നാക്കാൻ വേണ്ടി വല്ലാതെ ആലോചിച്ച് നടക്കണം. ഉമ്മമാർ കേൾക്ക്, ഈ കുട്ടിക്ക് മന്ദബുദ്ധിയാണ്. മന്ദബുദ്ധിന്ന് അങ്ങനെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ആളുകൾ അത് പറയണോണ്ട് ഞാനത് പറയാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പറ്റൂല. ഭയങ്കര ADHD പോലെ ഹൈപ്പർ ആക്ടിവിറ്റിയാണ് ഈ കുട്ടി. ഒതുങ്ങി നിൽക്കൂല, ഭയങ്കര ബഹളം. പേരൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വ്യക്തത അക്ഷരങ്ങൾ അറിയാത്തതിൻ്റെ പേരിൽ, അന്ന് ഈ പ്രത്യേക ബഡ്സ് സ്കൂളുകളില്ലാത്തതിൻ്റെ പേരിലും 4, 5 വയസ്സൊക്കെ ആയപ്പോൾ വീട്ടിലിട്ട് ഇടങ്ങേറായി. 5-ാം വയസ്സിലെത്തി. കൂടെയുള്ളവരൊക്കെ സ്കൂളിൽ മദ്രസിലും ചേർത്തി. ഉപ്പാക്ക് നെഞ്ച് പൊരിയാ, ഈ മോനെ സ്കൂളിൽ ചേർത്താൻ പറ്റണില്ല. അങ്ങനെ അവർ വീട്ടിലെങ്ങനെ ഇരുത്താം. പക്ഷേ ഇവനിങ്ങനെ കച്ചറ കൂടി കണ്ട സാധനങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുക, വല്ലാത്ത പ്രയാസപ്പെടുത്തുക. സംസാരിക്കണൊക്കെ തിരിയണില്ല. ഈ ഹൈപ്പർ ആക്ടിവിറ്റി കണ്ടപ്പോൾ ഉപ്പ നെഞ്ച് പൊട്ടി കഅബാലയത്തിൽ പോയി ഉംറ നിർവഹിച്ച് മദീനയിൽ നിന്ന് സിയാറ കഴിഞ്ഞ് വരുമ്പം വിശുദ്ധ ഖുർആൻ 30 ജുസുമുള്ള കാസറ്റുകൾ വാങ്ങിക്കൊണ്ടുവന്ന്, എന്നിട്ട് വലിയ ടൈപ്പ് റെക്കോർഡറുകൾ കൊണ്ടുവന്ന് വലിയ ശബ്ദത്തിൽ ഖുർആൻ വെച്ചു. എന്നിട്ട് അതിനൊരു ഇയർഫോൺ വെച്ചു. വലിയ ശബ്ദത്തിൽ ഓണാക്കിയിട്ട് ഈ കുഞ്ഞിൻ്റെ ചെവിയിൽ ഇയർഫോൺ വെച്ച് കൊടുക്കും. അപ്പോൾ ഈ വലിയ ശബ്ദത്തിൽ ഖുർആൻ കേൾക്കുമ്പോൾ ഈ കുഞ്ഞെന്ത് ചെയ്തു, ഈ എല്ലാ കച്ചറയും നിർത്തിയിട്ട് അതിങ്ങനെ കേൾക്കും, അന്തപ്പിലിരിക്കും. അപ്പോൾ വീട്ടുകാർക്കുള്ള ഗുണം എന്തായി, ഇവൻ കച്ചറൊക്കെ നിർത്തിയിട്ട് ഒതുങ്ങാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് തോന്നിയത് നല്ല പണി, ഖുർആനല്ലേ കേൾക്കണം, 24
മണിക്കൂർ ഖുർആൻ കേട്ടും കുട്ടി ഇങ്ങനെ ഇരിക്കും. കുട്ടിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മാറും, പിന്നെ ക്ഷീണം വരുമ്പോൾ ഉപയോഗം ബാക്കി ഒതുങ്ങാൻ വേണ്ടിയൊക്കെ ഖുർആൻ വെച്ചെടുക്കും. വർഷങ്ങൾ പിന്നിട്ടു, 1-2 വർഷമൊക്കെ പിന്നിട്ടു. ഒരു ദിവസം ഇതേപോലെ പെട്ടെന്ന് പിന്നെ ഇവൻ കരയിലെപ്പോഴാച്ചാൽ ഖുർആൻ എപ്പോഴെങ്കിലും കറണ്ടൊക്കെ പോയി അല്ലെങ്കിൽ ടൈപ്പ് റെക്കോർഡ് എങ്ങനെ ഓഫായി അപ്പം കരയും. അപ്പോൾ ഓടി വന്ന പോലെ വീണ്ടും ടൈപ്പ് റെക്കോർഡ് ഓണാക്കും. ഒരു ദിവസം പതിവ് പോലെ ടൈപ്പ് റെക്കോർഡർ പെട്ടെന്ന് ഓഫായി. സാധാരണ ഈ കുട്ടി ഉറക്ക കരയാറുണ്ട്. അന്ന് കരഞ്ഞില്ല ഉമ്മമാരെ ഉപ്പമാരെ. പിന്നെ എന്ത് ചെയ്തു എന്നറിയോ? ആ കുട്ടി എവിടെയാണോ ഖുർആൻ സ്റ്റോപ്പായത് അതിൻ്റെ ബാക്കി ഇങ്ങനെ മനോഹരമായി ഓതാൻ തുടങ്ങി. അപ്പോൾ വീട്ടുകാർക്ക് അത്ഭുതമായി. അവർ ഖുർആൻ വീണ്ടും കുറേ മുന്നോട്ട് പോയിട്ട് വീണ്ടും ഒന്ന് ഓഫാക്കി നോക്കി. ഓഫാക്കുന്ന സ്ഥലത്ത് ഇവൻ ഓതാൻ തുടങ്ങി. അത്ഭുതം കേൾക്കണോ? 1-2 കൊല്ലത്തിനിടയിൽ ഒരു മദ്രസയിലും പോകാതെ, ഒരു ഇഫ്ലു കോളേജിലും ചേർത്താതെ, ഒരു ഉസ്താദിനെ കാണാത്ത ഈ പൊന്നുമോൻ വിശുദ്ധ ഖുർആൻ 30 കേട്ട് 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 മന്ദബുദ്ധി, അക്ഷരം പഠിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ സ്കൂളിലും മദ്രസയിലും ചേർത്താത്ത ഈ പൊന്നുമോൻ വിശുദ്ധ ഖുർആൻ 30 ജുസും മനോഹരമായി ഹാഫിലാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ തീർന്നിട്ടില്ല അത്ഭുതം. ഈ 19 വയസ്സ് പിന്നീട് കുട്ടി വലുതായി ഓരോന്ന് പഠിച്ചു. ഒരു സ്കൂളും മദ്രസയും കാണാത്ത, ഒരു നഴ്സറിയും കാണാത്ത ഈ കുഞ്ഞുമോൻ. അങ്ങനെ അവന് 19 വയസ്സിൽ ഞാൻ എൻ്റെ സ്ഥാപനത്തിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നു. അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഹാഫിദ് മക്കളോട് എന്ത് ഓതാൻ പറയും. അവരേതായത്ത് ഓതിയാലും ഈ കുട്ടി തിരിച്ചോതും. അതിൻ്റെ ബാക്കി സൂറത്ത് പേര് പറയും, ആയത്ത് നമ്പർ പറയും, ഓതും. കുറേ കഴിഞ്ഞപ്പോൾ പറയും നിർത്തൂ. അവനോട് മറ്റായത്ത് ഓതാൻ പറയുന്നു. വേറെ ആയത്ത് ഓതും. എന്താന്ന് ചോദിച്ചു. അവരേതായത്ത് ഓതിയാലും അതിൻ്റെ അർത്ഥം ഞാൻ മലയാളത്തിൽ പറയുന്നറിഞ്ഞു. നിങ്ങൾ നോക്കണേ, മന്ദബുദ്ധി എന്ന് നാട്ടുകാർ വിളിച്ച പൊന്നുമോൻ വിശുദ്ധ ഖുർആൻ വീട്ടുകാർ നെഞ്ചിൽ ചേർത്തി വെച്ചപ്പോൾ നടന്ന അത്ഭുതം. ആ 30 ജുസിലേതായത്തിനും മനോഹരമായി ഖുർആൻ അർത്ഥം ഇങ്ങനെ പറയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഉസ്താദ് നിർത്തി, ഇനി എന്താന്ന് ചോദിച്ചു. വേറെ ആയത്ത് ഓതാൻ പറയുന്നറിഞ്ഞു. കുട്ടികൾ വേറെ ആയത്ത് ഓതുന്നു. ഈ കുട്ടി അവിടെ ഇനി എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. നിങ്ങൾ കേൾക്കണോ? 19കാരൻ ഞങ്ങളെ സദസ്സിലുള്ള എല്ലാവരും കരയാൻ തുടങ്ങിയത് കണ്ടിട്ട്. അത്ഭുതത്തോടെ സാധാരണ സംസാരിക്കുമ്പോൾ എനിക്ക് അക്ഷരസ്ഫുടതയില്ല, പക്ഷെ ഖുർആൻ്റെ അത്ഭുതം മനോഹരമായി ഓരോ ആയത്തിനും ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ കൈ മുറുക്കി പിടിച്ചിട്ട് പറഞ്ഞേ, ഉസ്താദേ നിങ്ങൾ ദുആ ചെയ്യണം, ഞാൻ തമിഴ് പരിഭാഷ പഠിച്ച് പകുതി ആയിട്ടുണ്ട്. തമിഴ്നാട് ബോർഡറിലാണ്, വർക്കല, തിരുവനന്തപുരത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഖുർആനെ ചേർത്ത് പിടിച്ചവരൊന്നും പരാജയപ്പെടൂല. നിങ്ങളെ വീട്ടിലും ഖുർആനെ ചേർത്ത് പിടിക്കണം. ഞാൻ ഈ സദസ്സിലുള്ള എല്ലാവരോടും ചോദിക്കും, ആണുങ്ങൾ എന്നോട് മറുപടി പറയണം, പെണ്ണുങ്ങളെ നിങ്ങളും ഖുർആൻ കേൾക്കണ പരിപാടി വീട്ടിലുണ്ടോ? ഓതണല്ല ചോദ്യം, കേൾക്കണ. സുബൈർക്ക എല്ലാവരും ഉറക്ക ലൗഡിലിട്ട് ഖുർആൻ കേൾക്കാറുണ്ടോ? ഉണ്ടോ? ഇവിടെ ഉള്ളവരും കയ്യൊക്കെയാട്ട്. ആണുങ്ങളെ വേഗം കയ്യൊക്കി. ഉള്ള വീട്ടിൽ ഉറക്കെ കേൾക്കുന്നവർ മാഷാ അല്ലാഹ്, സന്തോഷം. സ്ത്രീകളെ ഭാഗത്ത് അങ്ങനെ കേൾക്കുന്ന സ്വഭാവം ഉണ്ടോ? അൽഹംദുലില്ലാ. ഇനി ഞങ്ങളോട് പറയണത്, ഇന്ന് നിങ്ങൾ പോയിട്ട് ഇമോഷണൽ ഖിറാഅ എന്ന് അടിച്ചു കൊടുക്കുക യൂട്യൂബിൽ, ഇമോഷണൽ ഖിറാഅ. അപ്പം വരുന്നൊരു മനോഹരമായ ഖിറാഅത്ത് ഉണ്ടാവും. അൽ ഹാഖ സൂറ ആയിരിക്കും വരിക. ആരുടേതാണ്? പ്രിയപ്പെട്ട നമ്മളെ ഈ കുവൈത്ത് ഗ്രാൻഡ് മസ്ജിദ് ഇമാം, പേര് ഇടയിൽ ഓർമ്മ വന്നാൽ പറയും, അതാ വരുള്ളൂ. ഇമോഷണൽ ഖിറാഅ അൽ ഹാഖ സൂറയിലെ പ്രിയപ്പെട്ട ഹഫീലിൻ്റെ പേര് ഓർമ്മയില്ല. മനോഹരമായ ഖിറാഅത്ത്. മൂപ്പരെ ഇടയിലാൻ വെച്ചിട്ട് പിന്നെ അങ്ങനെ തേങ്ങും, കരയും. ഫഗുല്ലൂ, പിന്നെ മൂപ്പരാൻ കരയുണ്ടാവും. നമ്മളും കൂടെ ഇമോഷണലായി കരയും. ഖുർആൻ കേട്ട് കരയുന്ന കണ്ണായി, ഖുർആൻ കേട്ടിട്ട് ഹൃദയം മിടിക്ക, മ്യൂസിക് കേട്ട് തകരുന്നവരായി മാറാതെ നമ്മളെ വീട്ടിലെന്നും ആ ഖുർആൻ 8 മിനിറ്റ് രാവിലെ അങ്ങോട്ട് ഉറക്കടി ലൗഡിൽ ഖുർആൻ കേൾക്കുന്ന വീടായി മാറട്ടെ. അവസാനിപ്പിക്കാണേ, ചേർത്ത് പിടിക്കുമ്പോൾ ഒരു കഥ കൂടി. ഇത് ബൾബാണ് അല്ലേ? ഈ ബൾബ് കണ്ടുപിടിച്ചതാരാ? ആരാ? മുടിയേരിക്കാരെ ഒന്ന് പറയൂ. തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ സ്കൂളിൽ ചേർത്താൻ കൊണ്ടുപോയി, കുഞ്ഞു സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തി. ഇപ്പോൾ സ്കൂൾ ഭയങ്കര നിലവാരമുള്ള സ്കൂളാണ്. അപ്പം ഭയങ്കര നിലവാരമുള്ള കുറേ സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകരുടെ ഇംഗ്ലീഷൊക്കെ കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കണം നമ്മൾ. അങ്ങനെ നിലവാരമുള്ളൊരു സ്കൂളിൽ ആ തോമസ് ആൽവ എഡിസനെയും കൊണ്ടുപോയി ചേർത്തി. അങ്ങനെയൊക്കെ പരിഹസിക്കാൻ പറ്റുമെന്നേ, വല്ലാതെ നമ്മളെ താറടിച്ചിന്. ആ വേദന ഒന്ന് 1 മിനിറ്റെങ്കിലൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ സമൂഹത്തോടൊപ്പം നിൽക്കാൻ നമുക്ക് പറ്റൂല. അത്ര ആ കുഞ്ഞിനെ ഒരു 9, 8 ഒരു സ്കൂൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞേറെ 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വികാരത്തെ പോലും മനസ്സിലാക്കാൻ പറ്റാതെ എന്ത് വിദ്യാഭ്യാസം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ട് നാടിനെ ബോധിപ്പിക്കാൻ കുറച്ച് പറഞ്ഞ ഇംഗ്ലീഷ് ഡയലോഗും ഓർക്കുമ്പോൾ സങ്കടം തോന്നി. അതുകൊണ്ടൊന്ന് പറഞ്ഞതാണ്. അതിലൊരു ഇതൊന്നല്ല, നമ്മളതിൽ കൂടണ്ട, അങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ തോമസ് ആൽവ എഡിസൺ അങ്ങനെ വലിയൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ ചേർത്തി. അങ്ങനെ വലിയ സ്കൂളിൽ ചേർത്തി. പക്ഷേ അതിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തു?
വല്ലാതെ പഠനത്തിൽ മികവില്ലായിരുന്നു. സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. സ്കൂളിൻ്റെ പഠന നിലവാരത്തിന് പോരാന്ന് കണ്ടിട്ട് പ്രിൻസിപ്പാൾ അദ്ദേഹത്തെ വിളിച്ചു, അമ്മയെ വിളിച്ചു. അമ്മയോട് പറഞ്ഞു കുട്ടിയെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പേര് വെട്ടാൻ കൊണ്ടു. അപ്പോൾ അമ്മ സ്കൂളിലേക്ക് വന്നപ്പോൾ ചെറിയ കുഞ്ഞ് തോമുണ്ട് അവിടെ അങ്ങനെ ഓടിപ്പാഞ്ഞ് കിടക്കണേ. അമ്മ സ്കൂളിലേക്ക് വരുന്നുണ്ട്, ഓടിപ്പോയി അമ്മയുടെ കൈ പിടിച്ച് രണ്ടാമൻ പാടെ സ്കൂളിൻ്റെ ഹാളിലേക്ക് കയറി പ്രിൻസിപ്പാളുടെ റൂമിലേക്ക് ചെന്നു. പ്രിൻസിപ്പാളുടെ റൂം കണ്ടാട് പ്രിൻസിപ്പൾ എന്ത് ചെയ്തു, ഈ കുഞ്ഞിനെ ഈ കുഞ്ഞ് കാണാതെ ഒരു ലെറ്റർ എടുത്ത് കൊടുത്തു. അമ്മ കത്ത് ഇങ്ങനെ ഉയർത്തി പിടിച്ച് ഇങ്ങനെ വായിച്ചു. കുഞ്ഞ് എഴുതി നോക്കുന്നുണ്ട്. പക്ഷേ ആ കത്തിൽ ഉള്ളായിരുന്നു, നിങ്ങളുടെ മകൻ തോമ ബുദ്ധി കുറവുണ്ട്, ഞങ്ങൾ സ്കൂളിൻ്റെ നിലവാരത്തിന് പറ്റൂല അവൻ്റെ പഠനം, അതുകൊണ്ട് അവനെ ചേർക്കാൻ പറ്റുന്ന മറ്റു സ്കൂളിൽ ചേർക്കണം, ഞങ്ങൾ ഇവിടുന്ന് അവനെ പറഞ്ഞു വിടുകയാണെന്ന സ്കൂളിൽ നിന്ന് പുറത്താക്കിയെന്ന കത്ത്. നമ്മളാണ് എന്താ ചെയ്യുക? നമ്മളാണെങ്കിൽ അങ്ങനെ എന്താ ചെയ്യുക? കണക്കിൽ മാർക്ക് കുറഞ്ഞെന്ന് ടീച്ചർ പറയുമ്പോൾ ടീച്ചറെക്കാളും വലിയ ഷൗട്ട് ചെയ്യും നമ്മൾ 3ാം ക്ലാസ്സിലെ കുട്ടീനോട്. എന്തൊരു പിരാന്തന്മാർ. ഏതായാലും ഈ അമ്മ എന്ത് ചെയ്തു പറയാം, ആ കത്ത് ഇങ്ങനെ ചുരുട്ടി പിടിച്ചു കുട്ടി കാണാതിരിക്കാൻ. എന്നിട്ട് ഈ കുഞ്ഞിനും പിടിച്ച് ഇങ്ങനെ പുറത്തിറങ്ങി. ഗേറ്റ് കിടക്കണേ കണ്ടപ്പോൾ കുട്ടി ചോദിച്ചു, അമ്മയെ സ്കൂൾ വിട്ടിട്ടില്ലല്ലോ, അമ്മ ഇങ്ങോട്ടാ കൊണ്ടുവിടുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മോനെ നിന്നെ പഠിപ്പിക്കാൻ മാത്രം ആ സ്കൂളിലെ ടീച്ചർമാർക്കാർക്ക് ബുദ്ധിയില്ല. നോക്കി എന്തൊരു മനോഹരമായ മറുപടിയാണ്. നിന്നെ പഠിപ്പിക്കാൻ മാത്രം ഈ സ്കൂളിലെ ടീച്ചർമാർക്ക് ബുദ്ധിയില്ല. നിന്നെ പഠിപ്പിക്കാൻ പറ്റുന്നൊരു ടീച്ചറെ കണ്ടെത്തുന്നതുവരെ മോനെ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി. എൻ്റെ ഉമ്മമാരെ കേൾക്ക് നിങ്ങൾ ഈ കഥ. എന്നിട്ട് ആ കുഞ്ഞിനെ അമ്മ പഠിപ്പിക്കുകയാണ്. പ്രാഥമിക പഠനം കഴിഞ്ഞ് പിന്നെ മറ്റു സ്കൂളിലൊക്കെ ചേർത്ത് പിന്നെ കോളേജിലൊക്കെ പഠിച്ച് പിന്നെ ആൾ വലിയ സയൻറ്റിസ്റ്റായി. 1032ഓളം സയൻറ്റിഫിക് കണ്ടുപിടുത്തങ്ങളുടെ പാറ്റൻ്റുള്ള മഹാനായ സയൻറ്റിസ്റ്റായി തീർന്നു ഇദ്ദേഹം. അമ്മ മരിച്ചുപോയി. വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന് അമ്മ കിടക്കുന്ന അമ്മയുടെ റൂമിലൊന്ന് കയറി. അപ്പോൾ ഈ അമ്മ ഉപയോഗിച്ചൊരു പെട്ടി കാണുന്നത്. അപ്പോൾ അമ്മയെ ഓർമ്മ വന്നു. നമുക്കൊക്കെ അങ്ങനെ നമ്മളെ മരിച്ചുപോയ ഉപ്പ ഉപയോഗിച്ച ചാരുകസാര കണ്ടാൽ നമ്മളെ കണ്ണിങ്ങനെ നിറയും. ഉപ്പ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. ഡയാലിസിസ് കഴിഞ്ഞ് വന്നിട്ട് ഉപ്പ ക്ഷീണിച്ചുകൊണ്ട് 10 ദിവസമാണ് ഞങ്ങളെടുത്ത പുതിയ വീട്ടിൽ ഉപ്പ താമസിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉപ്പാക്ക് ഇരിക്കാൻ ജ്യേഷ്ഠന് ഒരു കസാല കൊടുത്തിരുന്നു, ഒരു വളഞ്ഞ കസാല. ആ കസാലയിൽ ഇങ്ങനെ വന്നിരിക്കും. ആ കസാല കാണുമ്പോൾ തളർന്നിരിക്കണ ഉപ്പയുടെ മുഖപ്പോഴും മനസ്സിൽ വരും, അല്ലാഹുവേ ഞങ്ങൾ ഉപ്പമാർക്കൊക്കെ നീ സ്വർഗം കൊടുക്കു റഹ്മാനെ, ആമീൻ. അങ്ങനെ ഉമ്മമാരൊക്കെ ഗ്രഹാതുരത്ത ഉമ്മയെ ഉപയോഗിച്ച വടി കാണുമ്പോൾ, ഉമ്മയെ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ് കാണുമ്പോൾ നമ്മളെ ഹൃദയത്തിലൊക്കെ മരിച്ചുപോയ ഓർമ്മകൾ വരുന്നത് പോലെ തോമസ് ആൽവാ എഡിസന് അമ്മ ഉപയോഗിച്ച റൂം വന്നപ്പം അമ്മയുടെ സ്മെല്ല് ഓർമ്മകൾ വരികയാണ്. അമ്മ ഉപയോഗിച്ച് പതുക്കെ പെട്ടികൾ തുറന്നു. അതിൽ അമ്മ ഉപയോഗിച്ച് കുറേ വസ്തുക്കൾ കണ്ടു. ആ കണ്ണിങ്ങനെ നിറവോടുകൂടി അതിങ്ങനെ നോക്കി കാണുന്നുണ്ടെങ്കിലാ ഒരു പേപ്പർ കഷ്ണം കിട്ടിയത്. പണ്ട് പ്രിൻസിപ്പാൾ കൊടുത്ത അതേ കത്ത്. ആ കുഞ്ഞ് തോമസ് ആൽവാ എഡിസൺ എന്ന മഹാനായ സയൻറ്റിസ്റ്റിന് കൗതുകമായി, അന്ന് എന്തായിരിക്കും എൻ്റെ അമ്മയോട് പ്രിൻസിപ്പൾ എന്നെപ്പറ്റി പറഞ്ഞതറിയാൻ. ആ കത്തെടുത്ത് അതൊക്കെ കത്ത് പൊട്ടിച്ചു നോക്കി. കത്ത് വായിച്ചു. നിങ്ങളുടെ കുഞ്ഞ് തോമക്ക് പഠിക്കാൻ ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കിയ കത്ത് വായിച്ചപ്പോൾ തോമസ് ആൽവാ എഡിസൻ്റെ കണ്ണ് നിറഞ്ഞു. എന്നിട്ട് ആ തോമസ് ആൽവാ എഡിസൺ ആ കത്ത് നെഞ്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ആത്മഗതം പറയാ, അമ്മയെപ്പറ്റി ഓർത്തിട്ട് പറയാ, മനസ്സിൽ പറയാ, അന്നെങ്ങാനും എൻ്റെ അമ്മ എന്നെ ചേർത്ത് പിടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, അന്നെങ്ങാനും എൻ്റെ അമ്മ എന്നെ ചേർത്ത് പിടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് വല്ലാത്തൊരു വർത്താനാണ്. അന്നെങ്ങാനും അമ്മ നമ്മളൊക്കെ ചെയ്യണ പോലെ, എടാ അന്നെ മണ്ട ടീച്ചർ പുറത്താക്കി എന്ന് പറഞ്ഞ് 2 എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു സയൻറ്റിസ്റ്റ് ആകില്ലായിരുന്നു, ഈ ബൾബ് കണ്ടുപിടിക്കില്ലായിരുന്നു, മഹാനായ സയൻറ്റിസ്റ്റ് ആകില്ലായിരുന്നു. അങ്ങനെ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായി തീർന്നത് എൻ്റെ പ്രിയപ്പെട്ട അമ്മ എന്നെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച്, എൻ്റെ മോനെ എനിക്കറിയാം, ഞാൻ പഠിപ്പിക്കാമെന്ന് പറയാൻ അമ്മ കാണിച്ചൊരു ധീരതയാ. ഉസ്താദുമാർ 30 കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദ് ഒരു പക്ഷേ ഉമ്മയെ വിളിച്ചിട്ട് പറയും, മോനെ അഖ്ലാഖിൽ പോരാ, മോനെ കണക്കിൽ പോരാന്ന് ടീച്ചർ പറയും, അല്ലെങ്കിൽ ഖുർആന് പോരാന്നൊക്കെ പറയും. അപ്പം നിങ്ങൾ പറയാൻ, ശരി ഉസ്താദെ ഞാൻ നോക്കിക്കോളാന്നേ. വീട്ടിലേക്ക് വരുന്ന മോനെ ചൂരലായിട്ട് സ്വീകരിക്കല്ല, അല്ലെങ്കിൽ ചൂരിൽ വേണ്ട ചീത്ത പറയല്ല. ആ മോനക്ക് അള്ളാഹു കൊടുത്ത ബ്രെയിൻ അത്രയേ ഉള്ളൂ. അതെങ്ങനെയാ മെച്ചപ്പെടാൻ പറ്റുക? കൂടെ ഇരുന്ന് ചേർത്തി പിടിച്ച് പഠിക്കുക. 3 കുട്ടികളും 3 വ്യത്യസ്തരാണ്. ഒന്നാമത്തെ കുട്ടിയെ പോലെ രണ്ടാമത്തെ കുട്ടി ആകണമെന്ന് ആഗ്രഹിക്കരുത്. അതേപോലെ മൂന്നാമനാകൂല. നമ്മളമ്മമാരൊക്കെ രസത്തിൽ പറയും, ഉസ്താദെ മൂത്ത കുട്ടി നല്ല ബുദ്ധി ഉണ്ടേനി, ഇവൾക്ക് അത്ര പോരാ, നിങ്ങൾ നല്ല നോക്കണം കേട്ടോന്ന്. നല്ല നോക്കണം എന്ന് പറയാൻ മുമ്പ് കൊടുക്കുന്ന കോംപ്ലിമെന്റ്സ് എന്താ അറിയാ, ഇവളെ മൂത്തോളെ പോരാ. ആ ഒരൊറ്റ സാധനം പറയും, ആ കുട്ടിയുടെ മനസ്സിൽ നിങ്ങളൊരു ക്യാൻസർ ഉണ്ടാക്കി. എന്താ ക്യാൻസർ എന്നറിയാം? ഞാൻ പോരാ.
അത് ആ കുട്ടിയുടെ അൺകോൺഷ്യസ് മൈൻഡിൽ സ്വാധീനിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചതാ, മാനസികാരോഗ്യം പ്രധാന. ഞാൻ നമ്മളെ സ്ഥാപനത്തിൽ നടക്കുന്ന കുറേ കോഴ്സുകളുണ്ട്, ലൈഫ് എന്ന് പറഞ്ഞ കോഴ്സ്, കുറേ കൗൺസിലിങ്ങിന് ഉമ്മമാരും ഈ ഉപ്പമാരും യുവാക്കളൊക്കെ വരും. ഞാൻ അവരോട് പറയും, ഒരു കൗൺസിലിംഗ് കൊടുത്തിട്ട് ബാക്കി നിങ്ങൾ ഈ കോഴ്സിന് ചേരുമെന്ന് പറയും. കാരണം ഒരു കൗൺസിലിങ്ങിൻ്റെ ഫീനേക്കാളും കുറവായിരിക്കും ഫീ. എന്നിട്ട് നിങ്ങൾ അതിൽ ചേർന്ന് നിങ്ങളെ മാനസികാരോഗ്യം ഒന്ന് ശരിയാക്കൂ. ക്ലാസ് കഴിഞ്ഞാൽ എന്നോട് പറയും, ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളെ പ്രശ്നം ഇതായിരുന്നു അല്ലേ. ഇങ്ങനെ അവരിങ്ങനെ പറയാറുണ്ട്. ഞാൻ എൻ്റെ കമ്മിറ്റിയോട് പറഞ്ഞത്, നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ മനോഹരമായി സംസാരിക്കുന്ന ആളുകളുണ്ടാവും. മനസ്സെങ്ങനെയാണ് നേരെയാക്കുക. ഏറ്റവും വലിയ മുഅ്മിനിൻ്റെ മനസ്സ് പെരുമാറ്റം പഠിപ്പിക്കണം, സൈക്കോളജിക്കലി പഠിപ്പിക്കണം, മാനസികാരോഗ്യം നിലനിർത്തുന്ന ക്ലാസ്സുകളൊക്കെ കൊടുത്ത് നമ്മളെ ഉമ്മമാർക്ക് പ്രത്യേകിച്ചും ഞാൻ ഉറപ്പ് പറയും, മക്കൾ വളരുന്നതിൻ്റെ പിന്നിൽ മോശമായാലും നന്നായാലും അതിൻ്റെ പിന്നിൽ വലിയ റോള് ഈ മറക്ക് പിന്നിരിക്കുന്നവർക്കുണ്ട്. നിങ്ങളല്ല ഇവർക്ക്. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞത്, വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ വ വലദിഹാ. അവളെ കുട്ടിയുടെയും വീടിൻ്റെയും ഒക്കെ ചുമതല അള്ളാഹുവിൻ്റെ റസൂൽ ഏൽപ്പിച്ചത് ഭാര്യമാരെ നിങ്ങളെ കയ്യിലാണ്. ഇപ്പം നിങ്ങളെ പെരുമാറ്റം മോശമായാൽ നിങ്ങൾ ഭർത്താവിനോടുള്ള എന്തോ ഒരു കലമ്പൽ ദേഷ്യത്തിൽ നിൽക്കേ, അപ്പോൾ കുഞ്ഞിനെ ഡയലോഗ് പറഞ്ഞാൽ അത് കുഞ്ഞിനെ സ്വാധീനിക്കും. നല്ല ബോധം, നല്ല ചിന്ത, നല്ല ആലോചനകൾ ഉണ്ടാകുന്ന സമിതിയും ചർച്ചകളൊക്കെ ഈ നാട്ടിലുണ്ടാവട്ടെ. ഞാൻ പറഞ്ഞു വെച്ച 4 അവസാനിപ്പിക്കാം, 2 മിനിറ്റ് കൊണ്ട്. കുരുന്നുകൂട്ടം പറഞ്ഞു, കൗമാരം പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞ യുവാക്കൾക്ക് എൻ്റെ വാഫി ഉസ്താദ് ഇവിടെ ഉണ്ട്, പ്രിയപ്പെട്ട സദർ ഉസ്താദ് ഇവിടെ ഉണ്ട്. ഇവരോടൊക്കെ എനിക്ക് പ്രത്യേക സ്നേഹത്തോടെ പറയാനുള്ളത്, യുവാക്കൾക്കൊക്കെ പള്ളികളിൽ നിന്നൊക്കെ നിങ്ങൾ കൊടുക്കുന്ന കാലോചിതമായ ഉപദേശങ്ങൾ വ്യവസ്ഥാപിതമായൊരു കോഴ്സ് രൂപത്തിലൊക്കെ നിങ്ങൾ കൊടുക്കണം. അങ്ങനെ വിവിധ കോഴ്സുകൾ, സ്ത്രീകൾക്ക് പാരൻറ്റിങ് കോഴ്സുകളുണ്ട്, അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞവർക്കുള്ള ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ വിവിധ ഇസ്ലാമിക വനിതകൾ നടത്തുന്ന കോഴ്സുകളുണ്ട്, യുവാക്കൾക്കുള്ള കോഴ്സുകൾ. ഇതൊക്കെ കണ്ടെത്തി, അല്ലെങ്കിൽ നിങ്ങളെ മഹല്ലൻ അങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ വെച്ച് ഒരു പരിപാടികളൊക്കെ നടത്തി നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. കാലത്തിനനുസൃതമായ അപ്ഡേഷന്, വിവരത്തിൽ, വിദ്യാഭ്യാസത്തിൽ. നിങ്ങൾക്ക് ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ടാവും എക്സ് മുസ്ലിം എന്ന് പറഞ്ഞൊരു കൂട്ടം തന്നെ. എക്സ് പ്രവാസി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, മുമ്പ് പ്രവാസിയായ പോലെ. ഇതേപോലെ പേര് എക്സ് മുസ്ലിം, അറിയോ? മുമ്പ് മുസ്ലിമായവർ, അത് വലിയ കൂട്ടാണ്. എന്നിട്ട് അവർ സംഘടിതമായി നമ്മളെ ചെറുപ്പക്കാരുടെ ഉമ്മമാരുടെ ഉപ്പമാരുടെയൊക്കെ ഈമാൻ തെറ്റിക്കണ പണിയെടുക്കുകയാണ്. മഞ്ചേരിയിൽ റഊഫ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം ഒരു ടെക്സ്റ്റൈൽസിലെ ജോലി ചെയ്യണത്. ഈ ഇബാദിൻ്റെ ജീവപ്രവർത്തകരുടെ അനുഭവത്തിലുള്ളൊരു കഥ പറയാം. ഈ മനുഷ്യന് വീട്ടിൽ നല്ല മുസ്ലിമാണ്, പക്ഷേ പുറത്തിറങ്ങിയാൽ നിസ്കരിക്കൊന്നുമില്ല, തനി ക്രിസ്ത്യാനിയാണ്. സൺഡേ ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ പോവും. പക്ഷേ വീട്ടിലപ്പോൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് മാറിക്കൂടെ? എൻ്റെ കല്യാണം കഴിയാതെ ഞാൻ മാറൂല, കല്യാണം കഴിഞ്ഞാൽ കുടുംബം കൂടിയും പട്ടിണിയാക്കാൻ നോക്കൂ. പേര് കൊണ്ട് മുക്കത്തടുത്തൊരു ഫാമിലി ഉണ്ട്, ഒരു പ്രമുഖ സ്ഥാപനത്തിൽ പെണ്ണെങ്കിൽ ടീച്ചറാണ്. ടീച്ചറെ ഭർത്താവ് 3 പെൺകുട്ടികളുടെ 2 പെൺകുട്ടിയും ക്രിസ്ത്യാനിയാണ്. നാട്ടിലാർക്കും അറിയില്ല, പേരൊക്കെ ഒരു മുസ്ലിമായിട്ടാണ് വെക്കുക. ഒരു പറയാം പേരൊന്നും മാറ്റരുതെന്നാ. അതിലത്തെ 3ാമത്തെ ഒരു പെൺകുട്ടി ഉണ്ട്, അതിപ്പോൾ മുസ്ലിമാണ്. ഓളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ദേശം മാറി ഇബാദിൻ്റെ പ്രവർത്തകർ ചെന്നപ്പോഴാണ് ഈ ദുരന്ത കഥ കേൾക്കുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് പേര് കൊണ്ട് മാത്രം മുസ്ലിമായി നിൽക്കുക, അതേപോലെ പേര് കൊണ്ട് മാത്രം ഭാര്യയും ഭർത്താവോ. ഡൈവോഴ്സും അങ്ങനെ ഉണ്ട്, ലീഗൽ ഡൈവോഴ്സ് 3 ചൊല്ലിയാണ് പിരിയും. അത് പിരിവില്ല, സുബൈക്ക ഏതായാലും കെട്ടി, ഇനി തൊലാക്കല്ല, നാട്ടുകാരെന്താ പറയുക, അതുകൊണ്ട് നടന്നോട്ടെ. പക്ഷെ മുണ്ടൂല, പെരുമാറൂല, നല്ല സ്നേഹിക്ക പോലുമില്ല, ഒരു സംസാരമില്ല. 2 ബെഡ്റൂമിലൊക്കെ കിടക്കും. നിങ്ങളും നാട്ടുകാരെ മുന്നിൽ നല്ല ഭാര്യയും ഭർത്താവാ. കള്ളന്മാർ, വ്യാജ ഭാര്യ ഭർത്താവ്. ഇവരെ മക്കളൊക്കെ എങ്ങനെയാവുന്നറിയോ? മഹാ കച്ചറ കുട്ടികളായി മാറും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ല മാതൃക കുടുംബം ഉണ്ടാവണം, ഈമാൻ ഉണ്ടാവണം. അതിനൊക്കെയുള്ള കർമ്മ പദ്ധതികൾ വിശാലമായി ഒരുക്കണം. എൻ്റെ പള്ളി കമ്മിറ്റിക്കാർക്ക് അതിനാവശ്യമായ എന്ത് പദ്ധതികൾ വേണമെങ്കിലും ഞാൻ വാട്സപ്പിൽ തന്നെ സഹായം ചെയ്യും. നിങ്ങൾ പണികളും പ്രവർത്തികളൊക്കെ ആലോചിച്ച് മുന്നോട്ട് പോകണം. ഇവിടെ സ്ത്രീ വളണ്ടിയേഴ്സിനെ കുറേ കണ്ടു, യുവ വളണ്ടിയേഴ്സിനെ കുറേ കണ്ടു. ഇവരെ ഈ നാടിൻ്റെ വളണ്ടിയേഴ്സായിട്ട് പ്രഖ്യാപിക്കുക. സ്ത്രീകളുടെ ഇടയ്ക്ക് മാത്രം, ആണുങ്ങളുടെ ഇടയ്ക്കും. അവർക്ക് ലീഡർഷിപ്പ് ക്ലാസ്സുകൾ, ഇസ്ലാമികമായി എങ്ങനെ പൊതുപ്രവർത്തനം നടത്തേണ്ടത്, ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കൊടുത്ത് അവരെ ശക്തിപ്പെടുത്തുക
എത്തിപ്പെട്ട് അവർ മാനസികാരോഗ്യമുള്ള സാമൂഹികമായ കെട്ടുഭദ്രതയ്ക്ക് സാധ്യമാകുന്ന വലിയൊരു ഒരുക്കത്തിനുള്ള ജാഗ്രതക്കായിട്ട് ഈ മൊടിയേരി മഹലിൻ്റെ ഈ മഹൽ സംഗമത്തിന് സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് പിരിയുന്നത് വരെ വൈകുന്നേരം വരെ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മളെ പ്രസിഡന്റ് വയസ്സൊക്കെ ഉണ്ടെങ്കിലും ഒരു ചെറുപ്പക്കാരൻ്റെ ആവേശത്തിൽ ഒരു 8, 10, 12 വട്ടം വിളിച്ചിട്ടുണ്ടാവും. ഇന്ന് തന്നെ 4-5 വട്ടം വിളിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞത് ഈ നാട്ടിലെ ഒരു അടുപ്പൊന്നും വേവൂലെന്നാ, എല്ലാ അടുപ്പും ഇവിടെയാണ് അത്രേ. നിങ്ങൾക്ക് വേണ്ട വെള്ളവും ചോറും ചായയും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, നിങ്ങൾ ഇരിക്കണം. അവസാനം നവാസ് പാലേരിയുടെ മനോഹരമായ പാട്ടും പറച്ചിലും, അങ്ങനല്ലേ, പാട്ടും പറച്ചിലൊക്കെ കേട്ട് അത് വേണം. നമ്മളെ ചില ആളുകളൊക്കെ പൊട്ട ധാരണ എന്താ പറയുക, ഇസ്ലാം ഒരു വരണ്ട മതമാണ്. ഖുർആൻ അതാ തസ്ബീഹല്ല, പള്ളിക്കൽ മൂലക്കലിരിക്കുക, പിന്നെ ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക, കഴിഞ്ഞു എന്നാ. ആന്നല്ല, ഭാര്യനായിട്ട് ടൂറ് പോകണം, ഭാര്യയും ഭർത്താവും ആസ്വദിക്കാൻ പോകണം, മക്കളും കൂട്ടിയിട്ട് കമ്പനിക്ക് ബീച്ചിൽ പോകണം, ഒക്കെ പറ്റും. ഹറാമായത് സിനിമ കാണാൻ പോകണം എന്നൊന്നല്ല, മറ്റുള്ള ആസ്വാദനങ്ങളൊക്കെ ചെയ്യണം. എൻ്റെ ഹബീബിൻ്റെ ഓട്ടമത്സരം പറഞ്ഞ വേദിയായത്. എൻ്റെ ഹബീബ് കുടുംബത്തോടൊപ്പം സ്നേഹത്തിൽ തമാശ പങ്കുവച്ച കഥകൾ പറയുന്ന വേദിയായത്. അപ്പോൾ പാട്ടും നവാസ് പാലേരിയുടെ പാട്ടും ബൈത്തും കേൾക്കി, പാട്ടും പറച്ചിലും മൂപ്പര് നമ്മളെ ഓരോ ഇസ്ലാമിക മാപ്പിളപ്പാട്ടിനും കഥകളുണ്ട്, ചരിത്രമുണ്ട്. ഉണ്ടുസഖിയുടെ ചരിത്രം ഇവിടെ പറഞ്ഞ പോലെയാണ്. അതൊക്കെ കേൾക്കണങ്ങൾ. അങ്ങനെ ആസ്വദിച്ച് മനസ്സ് നിറഞ്ഞ് ഒരു പുതിയ മനുഷ്യരായി ഇന്ന് രാത്രി ഭാര്യയും ഭർത്താവുമായിട്ടൊക്കെ ബെഡ്റൂമിൽ കിടക്കാൻ പോകുന്ന നേരത്ത് ഇതൊക്കെ മനുഷ്യ അവിടെ ഉറങ്ങല്ല എന്ന് ഭാര്യ പറയാം, അല്ലെങ്കിൽ ഭർത്താവ് പറയാം, ഇതൊക്കെയാ വേഗം വരണട്ടെ, ഞാൻ കാത്തിരിക്കുകയാണ്. എന്നിട്ട് മുഖാമുഖം നോക്കിയിരുന്നിട്ട് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ രണ്ടാളൊന്ന് മുഖാമുഖം പറയാം. മുഖാമുഖം ഇരുന്ന് അങ്ങോട്ട് വർത്താനം പറയാം. അപ്പോൾ വയസ്സായ നമ്മളെ പ്രസിഡൻറ്റും ആയിഷ എന്ന ഭാര്യയും രണ്ടാളും ഇരിക്കണം. അവിടുന്ന് തുടങ്ങണം. നിങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് അങ്ങനെ സംസാരിക്കണം. നിങ്ങൾ റെഡി ഉണ്ടോ? സുബൈർക്ക് ഞാൻ പറയും ഇൻഷാ അല്ലാ. ഉഷാദേ ഓക്കെ അല്ലേ? ഭാര്യ ഈ ഫീഡ്ബാക്ക് നിങ്ങൾ തമ്മിൽ ഒപ്പിരുന്നിട്ട് സംസാരിക്കാം. അവിടുന്ന് തുടങ്ങണം നിങ്ങളെ പുതിയ ജീവിതത്തിൻ്റെ തുടക്കം. ഈ കുടുംബ സംഗമം അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. വാഹുർദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനായ തമ്പുരാനെ, ഇതിനു വേണ്ടി ഓടി മാഞ്ചി പ്രവർത്തിച്ച എല്ലാ ആളുകളും നീ ഖിദ്മാത്തുകളെ കബൂലാക്കു റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ നാട് മുഴുവൻ ഇസ്ലാമിക് ഫോബിയ കൊണ്ട് ഞങ്ങൾക്ക് അഭിമാനത്തോടെ മുസ്ലിമാണെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. ഞങ്ങളെ ശത്രുക്കൾക്ക് നീ നല്ല ബുദ്ധി കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇടയിൽ ഹിമ്മത്ത് ഇസ്സത്ത് വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ സഹോദരങ്ങൾ ഗസയിലൊക്കെ അനുഭവിക്കുന്ന പ്രതിസന്ധി അള്ളാഹുവേ, ഖൈറുള്ള പരിഹാര മാർഗങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിലെ കടങ്ങൾ നീട്ടണം റഹ്മാനെ. വേദന അനുഭവിക്കുന്ന രോഗികൾക്ക് അള്ളാഹുവേ ആശ്വാസവും സമാധാനവും നൽകണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.